എല്ലാം ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ ദൈവം എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നു, എനിക്ക് മാത്രം എൻ്റെ ഈ അവസ്ഥ. പല കുട്ടികളുടെയും മെസ്സേജുകളാണ്, പല കുട്ടികളുടെയും തോന്നലുകളാണ്, കുട്ടികളുടെ മാത്രമല്ല പല രക്ഷിതാക്കളുടെയും തോന്നലാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോ അങ്ങനെ എങ്ങനെയെങ്കിലും തോന്നുന്നവരാണെങ്കിൽ അവസാനം വരെ കണ്ടോളൂ. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് നഷ്ടമാവില്ല എന്ന് തന്നെ പറയാം. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ മനുഷ്യൻ്റെ വലിയ കഥ പറഞ്ഞു തുടങ്ങാം. ലിയോണൽ മെസ്സി ക്ലീശയാണ്, എന്നാലും ഞാൻ ഇതുമായിട്ടൊന്ന് ഉപമിക്കട്ടെ. എനിക്ക് വർഷം ഓർമ്മയില്ല, പക്ഷേ ഞാനൊക്കെ വേൾഡ് കപ്പ് കാണുന്ന ആ ഒരു സമയത്ത് കലങ്ങിയ കണ്ണുകളുമായി ഫൈനലിൽ തോറ്റ് മടങ്ങുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും നേടാൻ കഴിഞ്ഞില്ല, എനിക്കും ഒന്നും നേടാൻ കഴിഞ്ഞില്ല, ഞാൻ എന്തിന് എന്നുള്ള ചോദ്യചിഹ്നവുമായി അദ്ദേഹം കളം വിട്ടൊഴിയുമ്പോൾ, കളം കാലിയായി പോകുമ്പോൾ അദ്ദേഹം അന്നൊരു പക്ഷേ പോയ പോക്കിൽ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ അദ്ദേഹവും മറ്റ് കളിക്കാരെ പോലത്തെ അർജന്റീനയിലെ ഒരു പ്ലെയർ മാത്രമായി ഒതുങ്ങി നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിന് എവിടുന്നൊക്കെ ഒരു ഉൾവിളി കിട്ടിയതാണോ എന്താണെന്നറിയില്ല. അദ്ദേഹം തിരികെ വരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടവനല്ല, ഇങ്ങനെ തോറ്റും മടങ്ങേണ്ടവനല്ല, തോറ്റും മടങ്ങിക്കഴിഞ്ഞാൽ അത് ഭീരുക്കളാണെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും വിശ്വസിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഒരിക്കൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഞാൻ ഭീരുവല്ല, ഞാൻ ജേതാവേണ്ടവനാണ്, ഞാൻ അർജന്റീനക്ക് മാത്രമല്ല, ഞാൻ ലോകത്തിൽ തന്നെ ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേര് ഉൾപ്പെടുത്തുമ്പോൾ അതിൽ എൻ്റെ പേരും ആദ്യത്തെ സ്ഥാനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരികെ വരാണ്. എടാ, ഇനിയൊന്ന് ആലോചിച്ച് നോക്കടാ. അദ്ദേഹം തിരികെ വന്നപ്പോൾ ദൈവം ഇങ്ങനെ കൈ പിടിച്ചുയർത്തുകയാണ്. എൻ്റെ ദാസൻ ഇതാ വന്നിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേടാത്ത കപ്പുകൾ ഇനി ഏതാണുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ പല കപ്പുകളും ഒരുപക്ഷെ നേടാത്തുണ്ടായിരിക്കും. എന്നാൽ പോലും ഇന്നൊരു ഫുട്ബോളിനൊരു ഇതിഹാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അർജന്റീന ഫാനല്ലാത്ത, മെസ്സി ഫാനല്ലാത്ത എനിക്ക് പോലും പറയാൻ കഴിയും, മെസ്സിക്ക് ഇനി നേടാൻ ഒന്നുമില്ല എന്ന്. നിഘണ്ടുവിൽ മെസ്സിയുടെ മറ്റൊരു പേര് പലരും ഇതിഹാസമെന്നും ലെജൻഡ് എന്നും ഗോട്ട് എന്നും പേരിട്ടെങ്കിൽ എനിക്കിപ്പോഴും അദ്ദേഹത്തിന് എന്ത് പേര് കൊടുക്കണമെന്നറിയില്ല. അന്നത്തെ ആ ഒഴുക്കിനനുസരിച്ച് കലങ്ങിയ കണ്ണുമായി പോയിരുന്നെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തെ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ മെസ്സി വിരമിച്ചു എന്ന പേരിൽ മറഞ്ഞു പോകുമായിരുന്നു. എന്നാൽ ഇന്ന് പറയുന്നത്, ഇന്ന് മെസ്സി കളം വിട്ട് ഒഴിയോ എന്ന് അറിയില്ല, പക്ഷെ കളം വിട്ട് ഒഴിയുമ്പോൾ ഒരു പക്ഷേ ലോകം ഞെട്ടലായിരിക്കും. ഇനിയൊരു പിറക്കുമോ ഇതുപോലൊരു ഇതിഹാസം, ഇനി ഉണ്ടാകുമോ ഇതുപോലൊരു ലെജൻഡ്? ഞങ്ങൾ ആരുടെ പിന്നാലെ ഇനി ഫുട്ബോൾ കാണാൻ പോകും? ഞങ്ങൾ ആർക്ക് വേണ്ടി ജയ് വിളിക്കും? ഞങ്ങൾ ആർക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കിട്ടും? ഞങ്ങൾക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇത് എവിടെയെങ്കിലും ഉള്ളിൽ തട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. പഠിച്ചിട്ടും എക്സാം എത്തുമ്പോൾ ഞങ്ങൾക്കെല്ലാം മറന്നു പോകുന്നു. എനിക്കെല്ലാം മറന്നു പോകുന്നു. ഞാൻ രാത്രി പഠിച്ചു, പുലർച്ചെ എഴുന്നേറ്റ് പഠിച്ചു, ഉറക്കമില്ലാതെ സൽക്കാരങ്ങൾ ഒഴിവാക്കി, കല്യാണങ്ങൾ ഒഴിവാക്കി, വീട്ടുകാർ ടൂറൊക്കെ പോയപ്പോൾ ഞാൻ ഇതൊക്കെ ഒഴിവാക്കി പഠിച്ചു. പക്ഷെ എൻ്റെ മാർക്കൊന്ന് നോക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ദൈവം അങ്ങനെയാണ്. നമുക്കിതല്ല, കുറച്ച് കലങ്ങിയ കണ്ണുകളാവുമ്പോഴും എവിടെയൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്, കണ്ണുകൾ ഇങ്ങനെ നിറയുമ്പോൾ, കണ്ണുകൾ ഇങ്ങനെ കലങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഈ മിറർ തുടക്കാൻ വേണ്ടി വൈപ്പർ ഉപയോഗിക്കില്ലേ, അതുപോലെ കുറച്ച് വെള്ളം നനച്ചിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ കലങ്ങിയ കണ്ണുകളുണ്ടല്ലോ, നിങ്ങൾക്ക് കുറച്ചും കൂടി തെളിച്ചം ഉണ്ടാക്കാനാണ്, ലോകത്തെ കുറച്ചും കൂടി വിശാലമായി കാണാനാണ്. അങ്ങനെ നിങ്ങളിങ്ങനെ കണ്ണുകൾ തുടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങി. ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയത് ഇപ്പോൾ വരുന്ന ഒരു യൂണിറ്റ് ടെസ്റ്റിൻ്റെ മാർക്കല്ല, ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മിഡ് ടേം എക്സാമിൻ്റെ മാർക്കല്ല അവർ ഉദ്ദേശിക്കുന്നത്. ദൈവം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, അവിടെ തിളക്കമാർന്ന വാല്യബിൾ ആയിട്ടുള്ള രത്നക്കല്ലുകളാണടാ. നിങ്ങളത് തിരിച്ചറിയാതെ ദൈവം ഞങ്ങളെ മാത്രം എന്തേ, അല്ലെങ്കിൽ എന്നോട് മാത്രം എന്തേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോവാനാണെങ്കിൽ ഭാവമെങ്കിൽ പൊയ്ക്കോടാ, ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. എന്നത്തേതും പോലെ ഇന്നത്തെ ദിവസവും അവസാനിക്കും. നിങ്ങൾ ഒരാളെ ഇവിടെ വെച്ച് ഇല്ലാതായെന്ന് വിചാരിച്ച്, എല്ലാം ഇട്ടെറിഞ്ഞു പോയെന്ന് വിചാരിച്ച് ഒന്നും ഈ ലോകത്തിന് സംഭവിക്കാനില്ല. പക്ഷേ നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേറ്റ് നോക്ക്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ലോകം നിങ്ങളുടെ പേര്, മിഷിഹ എന്നൊക്കെ നമ്മൾ ഒരു വിളിപ്പേരിട്ടില്ലേ, അതുപോലെ ലോകം നിങ്ങൾക്കും ഒരു പേരുമിടും. നിങ്ങൾ ഇട്ടിട്ട് പോയതാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളിൽ ഒതുങ്ങിത്തീരും. അങ്ങനെ ഒതുങ്ങിത്തീരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ മിഷിഹാവയെ പോലെ ആവേണ്ടേ? നിങ്ങൾ അതുക്കും മേലെ ആവേണ്ടടാ. ലെജൻഡ് എന്നും ഇതിഹാസമെന്നും ഗോട്ടെന്നും അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന പോലെ ഇട്ടിട്ട് പോകുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ പേരൊന്നും. ഇത് തിരികെ വരുന്നത് കഠിനമായ ഊർജത്തോടു കൂടിയായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. ഇത് ഞാൻ പറയുന്നത് ഉള്ളിൽ തട്ടിയിട്ടാണ്. നിങ്ങൾ റെഡിയാണോ? ഇട്ടിട്ട് പോകാനാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഓഫ് ചെയ്ത്, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങളിങ്ങനെ അൺസബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത്
നിങ്ങൾ ഇതൊക്കെ മാറ്റി വെച്ച് പുസ്തകങ്ങളൊക്കെ മടക്കി വെച്ച് പറ്റുമെങ്കിൽ തീയിലേക്കൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോയിക്കോ. ഇനി നിങ്ങൾക്കൊന്നും വേണ്ട. പക്ഷേ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ റെഡിയായിട്ട് എണീറ്റോ. നമ്മളുണ്ട് കൂടെ. നിങ്ങൾ ഈ ഒരിക്കൽ ഇതിഹാസമായി തീരും. താങ്ക് യു.